എന്താണ് സിങ്കിങ് ഫണ്ട് എന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ കൺസെപ്റ്റും അതുപോലെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ജേണൽ എൻട്രീസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സിങ്കിങ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിങ്കിങ് ഫണ്ട് അഥവാ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. സിങ്കിങ് ഫണ്ട് വേറെയും പല സ്ഥലത്ത് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ അസറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സിങ്കിങ് ഫണ്ട് എന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നൊരു കോണ്ടെക്സ്റ്റിലാണ്. ഒരു പ്രാവശ്യം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ തീർച്ചയായും അത് റിഡീം ചെയ്യേണ്ടി വരും. മെച്യൂരിറ്റി ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവനും ക്യാഷും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ, എം ലിമിറ്റഡ് 1 April 2015 12% ഡിബഞ്ചർ 12% ഡിബഞ്ചർ 100 രൂപ വീതമുള്ള 12% ഡിബഞ്ചർ 1000 എണ്ണം ഇഷ്യൂ ചെയ്തു. ഇത് റീപേയബിൾ ചെയ്യുന്നത്, അത് റിഡീം ചെയ്യുന്നത് 4th ഇയറിൻ്റെ എൻഡിലാണ്. എന്ന് വെച്ചാൽ 31 March 2019 ആകുമ്പോൾ കമ്പനി 1 lakh ഇഷ്യൂ ചെയ്ത 1 lakh തിരിച്ചു കൊടുക്കണം. അപ്പോൾ മുഴുവൻ തുകയും റീപേ ചെയ്യാൻ ചിലപ്പോൾ കമ്പനിക്ക് ബുദ്ധിമുട്ടാകും ആ സമയത്ത്. അപ്പോൾ കമ്പനി ഓരോ വർഷവും കുറച്ച് എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് സേവ് ചെയ്യും. സേവ് ചെയ്യുന്ന ആ ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് അഥവാ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഇവിടെ 4 വർഷം കഴിഞ്ഞ് 1 lakh തിരിച്ചു കൊടുക്കാൻ ഓരോ വർഷവും ഒരു 25,000 രൂപ നീക്കി വെക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ 25,000 രൂപ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ച് 4 വർഷം കഴിയുമ്പോൾ 1 lakh ആകും. എന്നിട്ടത് റീപേയ്മെൻറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ കമ്പനി പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന ക്യാഷ് കമ്പനിയിൽ തന്നെ വെക്കാതെ അത് ഏതെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ഇൻകം കമ്പനിക്ക് കിട്ടും. സപ്പോസ് 5% ആണ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. സപ്പോസ് 5% ഇൻകമാണ് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5,000 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. 5% ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഒരു 5,000 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 1 lakh എന്നുള്ളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,05,000 ആകും. അപ്പോൾ 1 lakh റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ 1 lakh ആണ്, റിഡീം ചെയ്യേണ്ടത് 1 lakh ആണ്. അപ്പോൾ 1 lakh റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് 1 lakh മുഴുവനായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 lakhനേക്കാൾ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം 1 lakh ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സർട്ടൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റും കിട്ടും. അങ്ങനെ ആ ഇൻട്രസ്റ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 lakh ആയിട്ട് നമുക്കത് റീപേയ്മെൻറ്റ് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റാണ് സിങ്കിങ് ഫണ്ടിലും അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട് പൂർണ്ണമായിട്ടും ഇവിടെ പ്രോഫിറ്റിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ, എത്ര എമൗണ്ട് ആണ് ഓരോ വർഷവും പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കേണ്ടത്? ഒരു 1 lakh ആണ് നമ്മൾക്ക് റിഡീം ചെയ്യേണ്ടത്. അപ്പോൾ 1 lakhൻ്റെ 1 lakh മുഴുവനായിട്ടും ആവശ്യമില്ല റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ 25,000 4 വട്ടം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ, 4 വർഷം നമ്മൾ മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 ആണ് ഓരോ മാസവും മാറ്റിവെക്കുന്നത്, അല്ല ഓരോ വർഷവും മാറ്റിവെക്കുന്നത്. അപ്പോൾ 25,000 മുഴുവനായിട്ടും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ കുറച്ച് എമൗണ്ട് മാറ്റിവെച്ചാൽ മതി. അപ്പോൾ അതിനാൽ കറക്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ ഒരു സിങ്കിങ് ഫണ്ട് ടാബിളിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, 0.231213. ഓക്കെ, ഈ 0.232013 പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5% പെർ ആനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് അത് എന്ത് ചെയ്യും, 1 രൂപയായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 0.232013 പൈസ 5% ഇൻട്രസ്റ്റിൽ ഓരോ വർഷവും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് 1 രൂപയായിട്ട് മാറും.
അങ്ങനെയാണെങ്കിൽ 1 lakh റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും 1 lakh ഇൻറ്റു, അപ്പോൾ ഓരോ വർഷം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? 1 lakh ഇൻറ്റു 1 lakh ഇൻറ്റു 0.23201.30 അല്ലേ? അപ്പോൾ 23201 നമുക്ക് എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം 23,201.30 ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇവിടെ നമ്മളൊരു റൗണ്ടഡ് ഫിഗർ എടുക്കുന്നു. എത്ര? 23,201 രൂപ ഓരോ വർഷവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 വർഷം കൊണ്ട് അത് എന്തായിട്ട് മാറും? 1 lakh ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ സിങ്കിങ് ഫണ്ടിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ വാല്യൂ തരും, സിങ്കിങ് ഫണ്ടിൻ്റെ വാല്യൂ തരും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ എക്സാമ്പിളിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാം. എം ലിമിറ്റഡ് ഇഷ്യൂഡ് on 1st April 2015 1,012% debenture of ₹100 each payable at the end of the 4 year. It was decided to create sinking fund for the redemption of debenture. The investment are expected to earn 5% per annum. Okay, the reference to sinking fund table shows that ₹0.232013 invested at 5% per annum amounted to ₹1 at end of the 3 year. Investment were sold at ₹75,000 and debenture were redeemed. Give journal entries and prepare debenture sinking fund and sinking fund investment account for 3 years. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് ആദ്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. എം ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഡിബഞ്ചർ 1 lakh ആണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ. അത് 4ാമത്തെ വർഷത്തിൻ്റെ എൻഡിൽ അതെന്ത് ചെയ്യുന്നു? റിഡീം ചെയ്യുന്നു. 5% ആണ് ഇൻട്രസ്റ്റ്. സിങ്കിങ് ഫണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് ഇനി കിടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് സിങ്കിങ് ഫണ്ട് എങ്ങനെയാണ്, അതിൻ്റെ ആ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വർഷവും പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടൈൻ എമൗണ്ട് എന്ത് ചെയ്യുന്നു? മാറ്റി വെച്ചിട്ട് ആ മാറ്റി വെച്ച എമൗണ്ട് സിങ്കിങ് ഫണ്ടിൽ മാറ്റി വെക്കുന്നു, ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് കമ്പനിയുടെ ഔട്ട്സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഇയർ ബൈ ഇയർ ആയിട്ട് ഓരോ വർഷവും എമൗണ്ട് മാറ്റി വെക്കുന്നു. ലാസ്റ്റ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിഡീം ചെയ്യാനുള്ളത് റിഡീം ചെയ്യുന്നു. ഇവിടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ എൻട്രി ആദ്യം എഴുതാം. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 1st April 2015. 1st April 2015 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 12% ഡിബഞ്ചർ അപ്ലിക്കേഷൻ എമൗണ്ട് 1 lakh. Then 12% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് 1 lakh. എന്ന് വെച്ചാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിൻ്റെ എൻട്രി ആദ്യം ഡിബഞ്ചർ അപ്ലിക്കേഷൻ, അത് പിന്നെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രിയാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, നോ ഡൗട്ട്. ഇനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു 4 വർഷം ആകുമ്പോൾ അതെന്ത് ചെയ്യണം? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് 4ാമത്തെ വർഷം അത് റീപേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഓരോ വർഷവും പ്രോഫിറ്റിൽ നിന്ന് സർട്ടൈൻ എമൗണ്ട് മാറ്റി വെച്ചൊരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ എൻഡ് ഏതാണ്? ഇപ്പോൾ 1st April 2015 ആണ്. അതിൻ്റെ എൻഡ് ചെയ്യുന്നത് 31st March 2016. 31st March 2016 പ്രോഫിറ്റിൽ നിന്നും ഒരു പോർഷൻ എമൗണ്ട് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അപ് ടു സിങ്കിങ് ഫണ്ട്. എത്ര രൂപയാണ് മാറ്റി വെക്കുന്നത്? നമ്മൾ പറഞ്ഞു, നമ്മൾ സിങ്കിങ് ഫണ്ട് ടാബിൾ പ്രകാരം സിങ്കിങ് ഫണ്ട് ടാബിളിൻ്റെ ഒരു വാല്യൂ കിട്ടും. അത് ഇൻറ്റു എത്രയാണോ നമുക്ക് റിഡീം ചെയ്യാനുള്ള വാല്യൂ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് ആ മാറ്റി വെക്കുന്ന ഓരോ വർഷവും ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയത് 0.232013 ആയിരുന്നു സിങ്കിങ് ഫണ്ടിൻ്റെ ടാബിൾ തന്ന വാല്യൂ ഇൻറ്റു 1 lakh. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 23,201 എന്ന ഒരു എമൗണ്ട് കിട്ടി. അതാണ് നമ്മൾ ഓരോ വർഷവും പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ മാറ്റി വെച്ചു എത്ര? 23,201 മാറ്റി വെച്ചു. ഇനി മാറ്റി വെച്ച് സിങ്കിങ് ഫണ്ടിൽ അങ്ങനെ വെച്ചാൽ പോരാ, അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി എന്ത് വരും? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ആ എമൗണ്ട് സിങ്കിങ് ഫണ്ടിൽ എന്ത് ചെയ്യുന്നു? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ
നമ്മൾ പ്രോഫിറ്റിൽ നിന്നൊരു പോർഷൻ എന്ത് ചെയ്തു മാറ്റി വെച്ചു. അത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ഏത് ഡേറ്റിലാണ്? 31 മാർച്ച് 2016. ഒരു വർഷം കഴിയുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. 31 മാർച്ച് 2017 ഇവിടെ നമ്മൾ ഓരോ വർഷവും, അപ്പോൾ ഇവിടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്ര മാറ്റി വെക്കുന്നത്? 23,201 ഓരോ വർഷവും നമ്മൾ മാറ്റി വെക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 16, 17, 18, 19 4 വർഷം ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു? മാറ്റി വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടാൻ നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 മാർച്ച് 2017 ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ എത്രയാണ് ഇൻട്രസ്റ്റ്? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 23,201. അതിൻ്റെ 5% ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ 1,160 ആകും. ഓക്കെ, ദെൻ ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു സിങ്കിങ് ഫണ്ട്. അപ്പോൾ ഇപ്പോൾ സിങ്കിങ് ഫണ്ടിൽ ഇപ്പോൾ എത്ര ഉണ്ട്? ഈ ഇൻട്രസ്റ്റും കൂടി വന്നു. സിങ്കിങ് ഫണ്ടിലേക്ക് ആ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് സിങ്കിങ് ഫണ്ടിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ആ ഇയറിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചു. സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ, ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ ഒരു സർട്ടൻ എമൗണ്ട് 23,000 മാറ്റി വെച്ചു. അതേപോലെ സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ മാറ്റി വെക്കുന്നു. എന്തിലേക്ക്? സിങ്കിങ് ഫണ്ടിലേക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു സിങ്കിങ് ഫണ്ട്. അപ്പോൾ 31 മാർച്ച് 2017 ആ ഒരു സർട്ടൻ എമൗണ്ട് ദാറ്റ് ഈസ് 23,201 മാറ്റി വെക്കുന്നു. അത് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ സിങ്കിങ് ഫണ്ടിൽ ഈ എമൗണ്ടും 23,201 അതുപോലെ ഇൻട്രസ്റ്റും 1,160 എന്തുണ്ട് ഇപ്പോൾ സിങ്കിങ് ഫണ്ടിലുണ്ട്. ഇത് ഈ സിങ്കിങ് ഫണ്ടിൽ ഈ എമൗണ്ട് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു? ഈ വർഷം സെക്കൻഡ് ഇയറിൽ നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് ക്രിയേറ്റ് ചെയ്ത സിങ്കിങ് ഫണ്ട് എത്രയാണ്? 23,201. കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതും കൂടിയിട്ട് രണ്ടും കൂടി 24,361 രൂപ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ എൻഡും കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡ് ഇയറിൻ്റെ എൻഡ് ആകുമ്പോൾ നമ്മൾ സാധാരണ തേർഡ് ഇയറിൻ്റെ എൻഡ് ആകുമ്പോൾ എന്ത് കിട്ടുന്നു? വീണ്ടും സെക്കൻഡ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നു. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ ചെയ്തത് അതിന് മൊത്തം എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എൻട്രി എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുക? ഇപ്പം എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്തത് 23,201 അല്ലേ? സെക്കൻഡ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത എത്ര എമൗണ്ട് ആണ്? 24,361 24,361 രൂപയാണ് സെക്കൻഡ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടിയിട്ട് ഒരു എമൗണ്ട് ഉണ്ടാവും. അതിൻ്റെ 5% ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 2,378 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ഈ ഇൻട്രസ്റ്റ് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻട്രി എന്താ വരിക? ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 2,378 രൂപ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. തേർഡ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എത്രയാണോ മാറ്റി വെക്കുന്നത് അത് സിങ്കിങ് ഫണ്ട് പ്രോഫിറ്റിൽ നിന്നുള്ള പോർഷന് സിങ്കിങ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റി വെക്കുന്നു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു സിങ്കിങ് ഫണ്ട് എത്രയാണ് എമൗണ്ട്? ദാറ്റ് ആ പർട്ടിക്കുലർ എമൗണ്ട് 23,201. ഓക്കെ, നോ ഡൗട്ട് 23,201. ഇനി ഇപ്പോൾ നമ്മൾ സിങ്കിങ് ഫണ്ടിൽ ഇപ്പോൾ എത്ര ഉണ്ട്? മൂന്നാമത്തെ വർഷത്തിലുള്ള ആ എമൗണ്ടും രണ്ടാമത്തെ വർഷത്തിലും അതേപോലെ ഫസ്റ്റ് ഇയറിൻ്റെയും രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഇൻട്രസ്റ്റും എന്തിലുണ്ട്? സിങ്കിങ് ഫണ്ടിലുണ്ട്. നോക്കാം, ഇത് ഈ സിങ്കിങ് ഫണ്ടിൽ എത്ര എമൗണ്ട് ഉള്ളതെന്നാണ് ഇവിടെ എത്ര വന്നിട്ടുള്ളത്? 2,301. ഇതിൽ ഇപ്പം എത്ര ഉണ്ട്? 2,378 രൂപ. ഇത് എന്ത് സിങ്കിങ് ഫണ്ടിലുണ്ട്? ഈ ഫണ്ട് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നു. അപ്പോൾ എൻട്രി എന്ത് വരും? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക്. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 23,201 രൂപ തേർഡ് ഇയറിൻ്റെ പോർഷനും തേർഡ് ഇയറിൻ്റെ ആ എമൗണ്ടും അതേപോലെ
തേർഡ് ഇയറിൻ്റെ എൻഡിൽ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റും കൂടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫോർത്ത് ഇയർ ആകുമ്പോൾ എന്ന് വെച്ചാൽ റിഡീം ചെയ്യേണ്ട ടൈം ആകുമ്പോൾ എൻട്രി എന്ത് വരും? റിഡീം ചെയ്യുമ്പോൾ എൻട്രി നമുക്ക് നോക്കാം. 31 മാർച്ച് 2019 അത് റിഡീം ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ റിഡീം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എൻട്രീസ് എഴുതാണ്ട് അതിൻ്റെ മുന്നേ തേർഡ് ഇയറിൽ വരെ നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലും സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലും തേർഡ് ഇയറിൻ്റെ എൻഡിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ എത്ര എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് കിട്ടുക നോക്കുക. 23,201 എന്ന് വെച്ചാൽ 23,201 പ്ലസ് സെക്കൻഡ് ഇയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 24,361. തേർഡ് ഇയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 25,579 രൂപ. ഇതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള 5% എന്ത് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 3,657 രൂപ. ഓക്കെ, ദെൻ ഇത് സിങ്കിങ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. സിങ്കിങ് ഫണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു ആ ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ പറഞ്ഞു ഓരോ വർഷം നമ്മൾ മാറ്റി വെക്കുന്നു. ആ മാറ്റി വെക്കുന്ന എമൗണ്ട് എത്രയാണ്? 23,201. അത് ഫോർത്ത് ഇയറിൻ്റെ എൻഡിലും എന്ത് ചെയ്യുന്നു? മാറ്റി വെക്കുന്നു 23,201. അപ്പോൾ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട്. ഓക്കെ, ഇനി ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് റിഡീം ചെയ്യാനായിക്കണം. അപ്പോൾ ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അമ്മ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ അത് എന്ത് ചെയ്യില്ല? ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ സിങ്കിങ് ഫണ്ടിലേക്ക് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുമെങ്കിലും ആ മാറ്റിവെച്ച എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ ഇത് റിഡീം ചെയ്യാനായി. ഓക്കെ, 31 മാർച്ച് 2019 അത് റിഡീം ചെയ്യാനായി. റിഡീം ചെയ്യുമ്പോൾ ഈ അസറ്റ് എന്ത് ചെയ്യുന്നു? റിഡീം ചെയ്യാനായ ടൈമിൽ നമ്മൾ റിഡീം ചെയ്യാനായ സമയത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നത് എത്ര രൂപക്കാണ്? 75,000-നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ദി 3 year the investment was sold at ₹75,000 and redeemed and debenture were redeemed. ഓക്കെ, അപ്പോൾ 75,000 രൂപക്കാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 75,000. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇയറിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ ഒരു പ്രോഫിറ്റ് മാറ്റി വെച്ചു. സെക്കൻഡ് ഇയറിൻ്റെ പ്രോഫിറ്റ് മാറ്റി വെച്ചു. പ്ലസ് ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് കിട്ടി. അതേപോലെ സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. തേർഡ് ഇയറിൻ്റെ എൻഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല. ആ ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ അസറ്റ് വിൽക്കുന്നു. അസറ്റ് എത്ര രൂപക്കാണ് വിറ്റത്? ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപക്കാണ് വിറ്റത്? 75,000-നാണ് വിറ്റത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73,141 രൂപയാണ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത്. അത് എങ്ങനെയാണ് കിട്ടിയത്? 23,000 ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ 24,361. ഫസ്റ്റ് ഇയറിൽ എത്രയാണ്? 23,201. സെക്കൻഡ് ഇയറിൽ 24,361. തേർഡ് ഇയറിൽ 25,578 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫോർത്ത് ഇയറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് 73,141 രൂപയാണ്. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 75,000 രൂപയാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്രയാണ്? 1,859 രൂപയാണ് പ്രോഫിറ്റ്. ഓക്കെ, അങ്ങനെ ആ പ്രോഫിറ്റ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ ഉള്ള പ്രോഫിറ്റും അത് എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എൻട്രി എന്ത് വരും? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. എത്രയാണ് പ്രോഫിറ്റ്? 1,859 രൂപ. ഇത് ലോസ് ആണെങ്കിൽ നേരെ റിവേഴ്സ് എൻട്രി വരും. ഓക്കെ, ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ട എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡ്യൂ ആകുമ്പോൾ എൻട്രി 1 lakh ആണ് തിരിച്ചു കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ എൻട്രി എന്ത് വരും? റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് 1 lakh.
ഓക്കെ, ഇനി സിങ്കിങ് ഫണ്ടിലുള്ള റിഡീം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിങ്കിങ് ഫണ്ടിലുള്ള എമൗണ്ട് ജനറൽ റിസർവ്സിലേക്കും, പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ കിട്ടിയ ആ പ്രോഫിറ്റ് എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് 1859 അല്ലേ? ഇത് ക്യാപിറ്റൽ റിസർവ്സിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എൻട്രി എന്ത് വരും? സിങ്കിങ് ഫണ്ടിലുള്ള ബാലൻസ് ജനറൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക? റിഡീം ചെയ്തതിൻ്റെ ശേഷം. ഓക്കെ, ഇപ്പോൾ ഇവിടെ റിഡീം ചെയ്ത് കഴിഞ്ഞു, ഓക്കെ, അതിന് ശേഷം ജനറൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എൻട്രി സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു ജനറൽ റിസർവ്സിലേക്ക് 1 lakhും ക്യാപിറ്റൽ റിസർവ്സിലേക്ക് 1859 രൂപ എന്ന് വെച്ചാൽ ആ പ്രോഫിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവ്സിലേക്ക്, റിമൈനിങ് ഫണ്ട് ജനറൽ റിസർവ്സിലേക്കും എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇനി ഇതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിലൂടെ പ്രോബ്ലം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബഞ്ചർ അക്കൗണ്ടും അതുപോലെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസ്. എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ജേർണൽ എൻട്രിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം സിങ്കിങ് ഫണ്ടിൽ എത്രയാണ് ഉണ്ടായിരുന്നുള്ളത്. സിങ്കിങ് ഫണ്ട് ഒരു അക്കൗണ്ടാണിത്. നമ്മൾ ഫസ്റ്റ് ഇയറിലും ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? 3 വർഷം നമ്മൾ ഒരു എമൗണ്ട് ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്തു. സെക്കൻഡ് ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് ഇയറിൽ 23,201 സിങ്കിങ് ഫണ്ടിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയറിൽ 24,361, തേർഡ് ഇയറിൽ 25,578. ഇതൊക്കെ കൂടിയിട്ട് 73,141 ഉണ്ടായിരുന്നു തേർഡ് ഇയറിൻ്റെ എൻഡിൽ അല്ലേ? തേർഡ് ഇയറിൻ്റെ എൻഡിൽ എത്ര ഉണ്ടായിരുന്നു? ഫോർത്ത് ഇയർ എൻഡ് ആകുമ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 73,141 രൂപയാണ്. ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എത്രയാണ്? 23,201 പ്ലസ് ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് 3,657 രൂപ. ഓക്കെ, അപ്പോൾ അത് ഒക്കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 9,999 കിട്ടും. 1 രൂപ എന്താ പറയുക, നമ്മൾ ചെറിയ എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൗണ്ട് ഓഫ് ചെയ്തതിൽ ഉള്ള 1 രൂപയുടെ വ്യത്യാസമാണ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡിബഞ്ചർ റിഡീം ചെയ്യാനുള്ള മുഴുവൻ എമൗണ്ടും നമുക്ക് ഈ സിങ്കിങ് ഫണ്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കാം. അതുപോലെ നിങ്ങൾക്കിത് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.